Hello dear students, welcome back to my chemistry class and here is your Asna ma'am. ഇതിൻ്റെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ പ്രസ് ചെയ്യണം. ദെൻ ഇതാണ് മിസ്സിൻ്റെ കെമിസ്ട്രി ക്ലാസ് എന്ന ചാനൽ. അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ട് കാണണമെങ്കിൽ ഇവിടെ പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റിൽ പോയി ക്ലിക്ക് ചെയ്താൽ ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3 അങ്ങനെയെല്ലാം മിസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളിങ്ങനെ കാണണം കേട്ടോ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 9th സ്റ്റാൻഡേർഡ് കെമിസ്ട്രി കേരള സിലബസിലെ ഫസ്റ്റ് ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ പഠിച്ചിരുന്നു. എങ്ങനെയാണ് ഒരു ആറ്റത്തിനകത്ത് ആറ്റത്തിൻ്റെ ഒരു എലമെൻറ്റിൻ്റെ ആറ്റോമിക് നമ്പർ മാസ് നമ്പറൊക്കെ തന്നു കഴിഞ്ഞാൽ അതിലെ നമ്പർ ഓഫ് പ്രോട്ടോൺസും ഇലക്ട്രോൺസും ന്യൂട്രോൺസും ഇതെല്ലാം കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് എടുക്കുക. എന്നിട്ട് മാം പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഇന്ന് നമ്മൾ വരച്ച് പഠിക്കണം കേട്ടോ. ഇന്നത്തെ ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. സോ അവർ ടുഡേയ്സ് ടോപ്പിക് ഈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആൻ ആറ്റം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പുതിയൊരു ടേമാണ് അല്ലേ നിങ്ങൾ പഠിക്കുന്ന. എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നറിയോ നിങ്ങൾക്ക്? നമുക്ക് നോക്കാം. അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഷെൽസ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഈസ് കോൾഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എന്താ പറഞ്ഞിട്ടുള്ളത്? അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസിൻ്റെ അറേഞ്ച്മെൻറ്റ് എവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളതാ? അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ഷെൽസിൽ ന്യൂക്ലിയസിന് ചുറ്റും ഷെൽസിൽ എങ്ങനെയാണ് ഈ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്? അതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. മനസ്സിലായോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ബോർ ആറ്റം മോഡലാണ് ഇപ്പോൾ നമ്മൾ വേൾഡ് അക്സെപ്റ്റഡ് ചെയ്തിട്ടുള്ള ആറ്റോമിക് മോഡൽ. അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ന്യൂക്ലിയസ് ഉണ്ട്. അതുപോലെ ഇലക്ട്രോൺസ് എവിടെയാണ്? ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഫിക്സഡ് പാത്തിലൂടെ ഷെൽസിലൂടെ ഇങ്ങനെ റിവോൾവ് ചെയ്യുകയാണെന്നൊക്കെ ബോർ മോഡൽ നമുക്ക് തെളിയിച്ച് തന്നു. സോ അപ്പോൾ ഈ ബോർ മോഡൽ അനുസരിച്ചിട്ട് ഇലക്ട്രോൺസ് കുറേ ഷെല്ലുകൾ നമ്മൾ പഠിച്ചല്ലോ. K, L, M, N, O എക്സെട്ര. ഈ ഓരോ ഷെല്ലിലും ഇലക്ട്രോൺസ് ഒരു ഫിക്സഡ് നമ്പറാണുള്ളത്. ആ ഒരു ഫിക്സഡ് നമ്പർ എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? ഇലക്ട്രോൺസ് ഇപ്പോൾ ഫസ്റ്റ് ഷെൽ K എന്ന ഷെല്ലിൽ ഒരു നമ്പർ ഇത്ര ഇലക്ട്രോൺസ് അതിൽ പാടുള്ളൂ എന്നുണ്ട്. അതുപോലെ Lൽ ഇത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പാടുള്ളൂ, Mൽ ഇത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പാടുള്ളൂ. അല്ലാതെ ഇങ്ങനെ തോന്നിയ പോലെ അല്ല കേട്ടോ ഇലക്ട്രോൺസ് ആറ്റത്തിനകത്ത് ഈ ഷെൽസിനുള്ളിൽ ഉള്ളത്. അത് ഒരു ഫിക്സഡ് നമ്പറായിട്ടാണ് ഉള്ളത്. സോ അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് ഓരോ ഷെൽസിലും ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്ന്. അപ്പോൾ ആറ്റത്തിനകത്തുള്ള പ്രോട്ടോൺസും ന്യൂട്രോൺസും നമുക്കറിയാം ന്യൂക്ലിയസിനകത്തുണ്ട് എന്ന്. പക്ഷേ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുകയാണെന്നാണ് നമ്മൾ പഠിച്ചത്, അതും ഷെൽസിനുള്ളിൽ. അപ്പോൾ ഈ ഷെൽസിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? അപ്പോൾ ഒരു ഷെല്ലിൽ തന്നെ ആണ് കൂടുതലുണ്ടാവുക, അതോ കുറവ് ഏതിലാണ്? അതെല്ലാമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഒരു ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, സെയിം ടേബിൾ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കുള്ളവർ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ആ പേജ് ഒന്ന് നോക്കി വെക്കാം. ഇതിൽ ക്ലിയർ ഉണ്ടെങ്കിൽ ഇവിടെ നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് കോളത്തിൽ എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, സെക്കൻഡ് കോളത്തിൽ ആറ്റോമിക് നമ്പർ, തേർഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, പിന്നെ ലാസ്റ്റ് കോളത്തിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല അത് സബ്ബായിട്ട് KLMNO എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയൊരു ടേബിളാണ് കേട്ടോ, ഇത്ര അധികം ഉണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ചെറിയ ടേബിൾ നോക്കാം. അതിൽ ഫസ്റ്റ് എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഹൈഡ്രജൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 1. നമ്പർ ഓഫ് ഇലക്ട്രോൺസോ നമ്മൾ ഇതൊക്കെ പഠിച്ചതാണ് കേട്ടോ. ആറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഇലക്ട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ കഴിയും. കാരണം ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസിനോട് ഈക്വലാണ്. അപ്പോൾ ഈ നമ്പർ ഓഫ് പ്രോട്ടോൺസും ഇലക്ട്രോൺസും ഒരു ആറ്റത്തിനുള്ളത് ഈക്വൽ ആയതുകൊണ്ട് നമ്പർ ഓഫ് പ്രോട്ടോൺസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ഇലക്ട്രോൺസും കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 1 എന്ന് വന്നത്. ആറ്റോമിക് നമ്പർ തന്നപ്പോൾ ഇലക്ട്രോൺസിൻ്റെ നമ്പർ 1 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
യെസ്, ആറ്റത്തിനകത്ത് ഇലക്ട്രോൺസ് ഷെൽസിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഫസ്റ്റ് ഷെല്ല് ഏതാണ്? കെ. അപ്പോൾ ഇതിൽ കെ എന്ന ഷെല്ലിലാണ് 1 എന്ന് കാണിച്ചിട്ടുള്ളത്. ആകെ ഒരു ഇലക്ട്രോണാണ് ഹൈഡ്രജനിലുള്ളത്. അത് കെ എന്ന ഷെല്ലിലാണ് ഫിൽ ചെയ്തിട്ടുള്ളത്. കെ എന്ന ഷെല്ലിൽ ഇട്ട് കൊടുത്തു ആ ഒരു ഇലക്ട്രോണിനെ. കെ എന്നത് ഫസ്റ്റ് ഷെല്ലാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് എലമെൻ്റ് ഏതാണ്? ഹീലിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? ആറ്റോമിക് നമ്പർ 2 ആണ്. അപ്പോൾ അതിൽ എത്ര ഇലക്ട്രോൺസ് കാണും? 2, 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കെ എന്ന ഷെല്ലിൽ 2 ഇട്ട് കൊടുത്തു. ദെൻ നെക്സ്റ്റ് ലിഥിയം നോക്കുക. ലിഥിയത്തിൽ ആറ്റോമിക് നമ്പർ 3 ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 3. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുമ്പോഴോ കെ എന്ന ഷെല്ലിൽ 2 ഉണ്ട്. എൽ എന്ന ഷെല്ലിൽ 1. അതെന്താ? കെ എന്ന ഷെല്ലിൽ ഈ ടോട്ടൽ 3 ഇലക്ട്രോണും കൂടെ കെ എന്ന ഷെല്ലിൽ ഇടാൻ പാടില്ലേ നമുക്ക്? വൈ? എന്തുകൊണ്ടാണ് കെ എന്ന ഷെല്ലിൽ പോവാതിരുന്നത്? എൽ എന്ന ഷെല്ലിലേക്ക് പോയി, ബാക്കിയുള്ള ഒരെണ്ണം. ദെൻ ബെറിലിയത്തിനെ നമുക്ക് നോക്കാം. ആറ്റോമിക് നമ്പർ 4, ഇലക്ട്രോൺസ് 4, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 4. ദെൻ കെ എന്ന ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആ കെ എന്ന ഷെല്ലിൽ ഇട്ട് കൊടുത്തു. ദെൻ ബാക്കിയുള്ള 2 ഇലക്ട്രോൺസും എൽ എന്ന ഷെല്ലിൽ പോയി. ദെൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ബോറോൺ ബി, അതിൻ്റെ ആറ്റോമിക് നമ്പർ 5, നമ്പർ ഓഫ് ഇലക്ട്രോൺസോ 5. ദെൻ കെ എന്ന ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഇട്ട് കൊടുത്തു. ബാക്കിയുള്ള ഇലക്ട്രോൺസ് 3 ഇലക്ട്രോൺസ് ഉണ്ട്. ആ ബാക്കിയുള്ളത് എൽ എന്ന ഷെല്ലിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ദെൻ സി, കാർബണിൻ്റെ ആറ്റോമിക് നമ്പർ 6, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 6. കെ എന്ന ഷെല്ലിൽ 2 ഇലക്ട്രോൺസിന് ഇട്ട് കൊടുത്തു. എൽ എന്ന ഷെല്ലിൽ 4 ഇലക്ട്രോൺസിന് ഇട്ട് കൊടുത്തു. അങ്ങനെ ടോട്ടൽ 6 ഇലക്ട്രോൺ. ദെൻ നെക്സ്റ്റ് വലിയൊരു ടേബിൾ. നൈട്രജൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 7. ദെൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസോ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചിരുന്നത് ഇവിടെ 7. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആദ്യം കെ എന്ന ഷെല്ലിൽ 2 ഇട്ട് കൊടുത്തു. ബാക്കിയുള്ള 5 എൽ എന്ന ഷെല്ലിൽ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വേറെ ഒരെണ്ണം നോക്കാം. ഇവിടെ നിയോൺ. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ദെൻ നിയോണിനെ നോക്കൂ. നിയോണിന് അറ്റോമിക് നമ്പർ 10, അതിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 10. കെ എന്ന ഷെല്ലിൽ 2 ഇട്ട് കൊടുത്തു. എൽ എന്ന ഷെല്ലിൽ 8 ഉണ്ട്. ഓക്കെ. ദെൻ ബാക്കി ഇതേ ഇവിടെ കെ എന്ന ഷെല്ലിൽ നമ്മൾ മെയിനായിട്ട് കാണുന്നത് 2 എന്ന നമ്പറാണ് കെ എന്ന ഷെല്ലിൽ മുഴുവൻ തന്നിരിക്കുന്നത്. അതുപോലെ കുറച്ചിങ്ങോട്ട് കഴിഞ്ഞാൽ ഈ സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ നോക്കൂ, 11. ദെൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 11. ദെൻ കെ എന്ന ഷെല്ലിൽ 2 ഇട്ട് കൊടുത്തു. എൽ എന്ന ഷെല്ലിൽ 8 ഇട്ട് കൊടുത്തു. ദെൻ എം എന്ന ഷെല്ലിൽ ബാക്കി ഒരെണ്ണം പോയിട്ടുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഈ എൽ എന്ന ഷെല്ലിൽ 9 എന്ന് എഴുതിക്കൂടെ നമുക്ക്? വൈ? യെസ്. അതുപോലെ വീണ്ടും നമ്മൾ ഇങ്ങനെ പോയി നോക്കിയാൽ ഈ എൽ എന്ന ഷെല്ലിൽ നമ്പേഴ്സ് 8 കൂടുതൽ കാണിച്ചിരിക്കുന്നത് അല്ലേ? 8 ഇലക്ട്രോൺസ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം ഇവിടെയാണ് കാണിച്ചിട്ടുള്ളത്. സോ വൈ? ഇതെന്തുകൊണ്ടാണ്? സോ ഈ ടേബിളിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ടേബിൾ കാണിച്ചിരിക്കുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് കേട്ടോ, എങ്ങനെയാണ് ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്ന്. ഇനി ഇത് നമുക്ക് ഈ ടോപ്പിക്ക് ഈ വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടേബിളിൻ്റെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും തന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസും പ്രോട്ടോൺസും ന്യൂട്രോൺസും ഇതെല്ലാം കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയും. ഇനി നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൂടെ കണ്ടുപിടിക്കാൻ പോവുകയാണ് കേട്ടോ. എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. സോ ഫസ്റ്റ് ഇവിടെ നമ്മൾ ഈ ടേബിളിനെ ബേസ് ചെയ്തിട്ട് 2 ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളടുത്ത് ചോദിക്കാം. എൻ്റെ ബ്രൈറ്റ് സ്റ്റുഡൻസ് എന്തായാലും ആൻസർ പറയുന്നത് എനിക്കറിയാം. സോ വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ കെ ഷെൽ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നേരത്തെ ടേബിൾ കാണിച്ചു തന്നപ്പോൾ കെ എന്ന ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസാണ് മാക്സിമം പോയിട്ടുള്ളത്? നോക്കൂ, ഇവിടെ നോക്കൂ. കെ എന്ന ഷെല്ലിതാ. ഇവിടെ എത്ര ഇലക്ട്രോൺസ് പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ട്? യെസ്, 2. 2 ആണല്ലോ അതിൽ മാക്സിമം ഇലക്ട്രോൺസ് പോയിട്ടുള്ളത്. ഈ 2ൽ കൂടുതൽ കഴിഞ്ഞാൽ ബാക്കി പോയിട്ടുള്ളത് എൽ എന്ന ഷെല്ലിലേക്കാണ്. കണ്ടോ, ഇവിടെ 2 പോയിട്ടുണ്ട്. ഹൈഡ്രജന് 1 പോയിട്ടുണ്ട്. ദെൻ പിന്നെ നൈട്രജന് 2, ഹീലിയത്തിന് 2. പിന്നെ ലിഥിയം തൊട്ട് 3 ആറ്റോമിക് നമ്പർ വരുന്നതൊക്കെ 2 ഇതിൽ കൊണ്ട്
വെച്ചു, ബാക്കിയെല്ലാം എൽ ഷെല്ലിലാണ് തന്നിരിക്കുന്നത്. സോ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ കെ ഷെൽ ഏതാണ്? 2. ഓക്കെ, സോ 2. The next question, what is the maximum number of electrons that can be accommodated in L shell? L shell നിങ്ങൾ ഓർക്കുന്നുണ്ടോ? L shell നമുക്ക് നോക്കാം. L ഷെല്ലിലെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 1ഉം 2 ഒന്നും കുഴപ്പമില്ല, അതിന് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് 1ഉം 2 ഒക്കെ. പക്ഷേ 1നും 2നൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 7 വരെ ഉൾക്കൊള്ളും. 7 കഴിഞ്ഞ് 8 വരെ. 8 കഴിഞ്ഞിട്ട് പിന്നീട് ഒരു 9ാമത്തെ ഇലക്ട്രോണിനെ ഈ എൽ എന്ന ഷെല്ലിൽ ഫില്ല് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അവിടെ 8 എണ്ണം വരെ പോകുള്ളൂ. 9ാമത്തെ നമ്പർ വന്നപ്പോൾ അത് 1 ഇവിടെ ഇട്ട് കൊടുത്തു. സോ 8 എണ്ണം വരെ പോവുകയുള്ളൂ, അതിനപ്പുറം കിടക്കില്ല എൽ എന്ന ഷെല്ലിൽ. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ എൽ ഷെൽ? എൽ ഷെല്ലിൽ എത്ര എണ്ണം മാക്സിമം ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാൻ പറ്റും? നമുക്ക് 8 എണ്ണം. ഓക്കെ, സോ നമ്മൾ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷന് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി 3 പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. ആ 3 പ്രിൻസിപ്പിൾസ് നമുക്ക് മനസ്സിലായാൽ അടിപൊളിയായിട്ട് നമുക്ക് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ കഴിയും, വളരെ ഈസി ആയിട്ട്. ഓക്കെ, നമുക്ക് നോക്കാം ആ 3 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന്. ഫില്ലിംഗ് അപ്പ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഷെൽസ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് പ്രിൻസിപ്പിൾസ്. സോ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താ പറയുന്നതെന്നറിയോ? The maximum number of electrons that can be accommodated in any given shell is 2n². ഇവിടെ നമ്മളൊരു ഇക്വേഷൻ, ഒരു ഫോർമുല പഠിക്കാൻ പോവുകയാണ്. 2n². ഈ ഒരു ഫോർമുല ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഷെല്ലിൽ, കെ എന്ന ഷെല്ലിലോ എൽ എന്ന ഷെല്ലിലോ എം എന്ന ഷെല്ലിലോ ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് മാക്സിമം പോകുമെന്ന് കണ്ടുപിടിക്കാൻ ഈ ഒരു ഇക്വേഷൻ മാത്രം മതി. ഓക്കെ, സോ ഈ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇവിടെ n എന്ന് തന്നിരിക്കുന്നത് എന്താണെന്നറിയോ? n എന്ന് വെച്ചാൽ ഷെൽ നമ്പറാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് KLMNO, അങ്ങനെ നമ്മൾ ഷെല്ലിന് ക്യാപിറ്റൽ ലെറ്റേഴ്സ്, ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചു. അതുമാത്രമല്ല നമ്പേഴ്സും നമ്മളിടും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? കെ എന്ന ഷെല്ലിന് ഫസ്റ്റ് ഷെല്ലാണ്, അതുകൊണ്ട് 1 എന്ന നമ്പർ നമ്മൾ കൊടുക്കാറുണ്ട്. എൽ എന്നത് സെക്കൻഡ് ഷെല്ലാണ്, 2 എന്ന നമ്പർ നമ്മൾ കൊടുക്കാറുണ്ട്. അതേപോലെ KLM പറയുന്നത് 3ാമത്തെ ഷെല്ലാണ്, അതിന് നമ്മൾ 3 എന്ന് കൊടുക്കാറുണ്ട്. ദെൻ N എന്ന് പറയുന്നത് 4ാമത്തത്, O എന്ന് പറയുന്നത് 5, അങ്ങനെ നമ്മൾ കൊടുക്കാറുണ്ട്. KLMNO അങ്ങനെ 1 2 3 4 5 അങ്ങനെ നമ്പേഴ്സ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ സോ ഇവിടെ n എന്ന് പറയുന്നത് ഷെൽ നമ്പറാണ് കേട്ടോ. നമുക്ക് ഈ ടേബിളൊന്ന് നോക്കാം. ഫസ്റ്റ് ടേബിൾ എന്താ? നെയിം ഓഫ് ഷെല്ല്, കെ എന്ന ഷെല്ല് തന്നിട്ടുണ്ട് ഇവിടെ. അതിൽ നമ്പർ ഓഫ് ഷെൽസ് 1 ഷെൽ നമ്പറാണ് കേട്ടോ ഉദ്ദേശിച്ചത്. 1 ആണ് ഷെൽ നമ്പർ. ദെൻ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു ഫോർമുല ബേസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ എഴുതാം? 2 × 1 എന്ന നമ്പർ ഇവിടെ എങ്ങനെ കിട്ടിയത്? യെസ്, ഷെൽ നമ്പർ എത്രയാണ്? കെ എന്ന ഷെല്ലിൻ്റെ നമ്പർ എത്രയാണ്? 1, ഫസ്റ്റ് ഷെല്ലാണ്. സോ അതുകൊണ്ട് ഇവിടെ 1², എന്നിൻ്റെ അവിടെ 1 എന്ന് കൊടുക്കുന്നു. ദെൻ 1² ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു 2. 1² എന്ന് പറഞ്ഞാൽ 1, ദെൻ 1 × 2 2. അപ്പോൾ കെ എന്ന ഷെല്ലിൽ മാക്സിമം എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാൻ പറ്റും? നമുക്ക് 2 ഇലക്ട്രോൺസേ പോവുകയുള്ളൂ, അതിനപ്പുറം കെ എന്ന ഷെല്ലിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ദെൻ നെയിം ഓഫ് ഷെൽ, എൽ എന്ന ഷെല്ല് നമുക്ക് നോക്കാം. എൽ എന്ന ഷെൽ നമ്പർ എത്രയാണ്? 2, 2ആണ് ഷെൽ നമ്പർ. അപ്പോൾ 2 × 2², എന്നിന് പകരം ഇവിടെ n എത്രയാണ്? ഇവിടെ 2, 2 ആണ്. 2ാമത്തെ ഷെല്ലല്ലേ, അതുകൊണ്ട് 2 എന്നിട്ട് കൊടുത്തു. 2² എന്ന് പറഞ്ഞാൽ 4, ദെൻ 4 × 2 8 എന്ന് കിട്ടി. അപ്പോൾ അത് നമുക്ക് കിട്ടിയല്ലോ. എൽ എന്ന ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസ് പോകും? 8 എണ്ണം. 8 എണ്ണം കഴിഞ്ഞാൽ 9ാമത്തേത് അടുത്ത ഷെല്ലിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ദെൻ എമ്മിൻ്റെ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. നിങ്ങൾ നോട്ടെടുത്ത് എഴുതൂ കേട്ടോ. ദെൻ എം എന്ന ഷെല്ലിൽ എങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ എഴുതാവുന്ന എഴുതി നോക്കൂ. യെസ്, 2 × 3² ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു 18. 3 എന്ന് വന്നത് ഷെൽ നമ്പർ 3 ആണ് എമ്മിൻ്റെ. ദെൻ 3 × 3 9, ദെൻ 9 × 2 18, അങ്ങനെയാണ് ഇവിടെ വന്നത്. ദെൻ n എന്ന ഷെല്ലോ,
ഷെൽ നമ്പർ എത്രയാണ് 4. ദെൻ അതിൻ്റെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്ര പോവും? എം എന്ന ഷെല്ലിൽ നമ്മൾ കണ്ടു 18 ഇലക്ട്രോൺസ് പോകും കേട്ടോ, എം എന്ന ഷെല്ലിൽ. ദെൻ എൻ എന്ന ഷെല്ലിൽ എത്ര പോകും എന്നറിയോ? 32 ഇലക്ട്രോൺസ് പോകുന്നുണ്ട്. സോ 32 ഇലക്ട്രോൺസിനെ നമ്മൾ എൻ എന്ന ഷെല്ലിൽ ഫില്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പ്രിൻസിപ്പൾ. ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു ഫോർമുല നിങ്ങൾ പഠിച്ചു വെക്കണം. ഏത്? 2n². അങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കും. എങ്ങനെ? ഓരോ ഷെല്ലിലും 2, 8, 18, 32 അങ്ങനെ നിങ്ങൾ പഠിച്ചു വെക്കും. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ആയതുകൊണ്ടാണ് ചെറുതായിട്ടൊരു ഇതൊക്കെ. ദെൻ സെക്കൻഡ് പ്രിൻസിപ്പൾ എന്താ പറയുന്നത്? ഫില്ലിംഗ് അപ്പ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഷെൽസ് ഓഫ് higher energy happens only after the shells of lower energy are filled. ഇത് വളരെ നമുക്ക് സെൻറ്റൻസിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നതാണ്. എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഹയർ, നമുക്കറിയാം ഷെൽസിനെ നമുക്ക് എനർജി ലെവൽസ് എന്നും വിളിക്കാറുണ്ടല്ലോ നമ്മൾ. കാരണം എന്താണ്? ഓരോ ഷെൽസിനും അതിൻ്റേതായിട്ടുള്ള എനർജികളുണ്ട്. ഏറ്റവും ലോ എനർജി ആർക്കുള്ളത്? ന്യൂക്ലിയസിനോട് അടുത്ത് നിൽക്കുന്ന ഷെല്ലിനാണ് ഏറ്റവും വളരെ ലോ എനർജി ഉള്ളത്. ഓക്കെ, അപ്പോൾ ഏത് ഷെല്ലിനായിരിക്കും ഏറ്റവും ലോ എനർജി? കെ എന്ന ഷെല്ലിനാണ് ഏറ്റവും ലോ എനർജി. ഏറ്റവും ഏറ്റവും ഔട്ടറിൽ നിൽക്കുന്നത് ആരാണോ അവർക്കാണ് ഏറ്റവും ഹൈ എനർജി ഉള്ളത്. സോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇലക്ട്രോൺസ് ആദ്യം ഫില്ല് ചെയ്യുക എവിടെയാണെന്നറിയോ? ഏറ്റവും ലോ എനർജി ഉള്ളത്, ഏറ്റവും ഫസ്റ്റ് ഷെല്ലിൽ എന്ന് വെച്ചാൽ ഏറ്റവും ലോ എനർജി ഉള്ള ഷെൽസിലാണ് ആദ്യം ഇലക്ട്രോൺസ് കൊണ്ടുപോയി നമ്മൾ ഫിൽ ചെയ്യുന്നത്. പിന്നീടാണ് അതിൻ്റെ പുറകിൽ, അതിലും കുറച്ച് എനർജി ഉള്ളതിലാണ് ബാക്കി, അതിലും കൂടുതൽ എനർജി ഉള്ളതിലാണ് അടുത്തത് പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഫില്ല് ചെയ്യുക ഏതാണ്? എപ്പോഴും കെ എന്ന ഷെല്ലാണ്. കാരണം അതിന് ലോവർ എനർജിയാണ്. അതാണ് ഇവിടെ സെക്കൻഡ് പ്രിൻസിപ്പിൾ പറയുന്നത്. ദെൻ ഇതെല്ലാം നിങ്ങൾക്ക് വളരെ കറക്റ്റായിട്ട് ഒന്നുകൂടെ ഒന്ന് മനസ്സിലായി നമ്മൾ കുറച്ച് എക്സാംസൊക്കെ ചെയ്യുമ്പോൾ. സോ ദെൻ നെക്സ്റ്റ്, the maximum number of electrons that can be accommodated in the outermost shell of an atom is 8. ഇവിടെ പറയുന്നത് ഏതൊരു ആറ്റത്തിൻ്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ല്, ഏറ്റവും ലാസ്റ്റുള്ള ഷെല്ല് ഉണ്ടാവില്ലേ, അതിൽ ഏറ്റവും മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പോകുന്നത് 8 എണ്ണമാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കാം. സോ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ മാക്സിമം പോകുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്രയാണ്? 8. അപ്പോൾ നമ്മൾ കേട്ടു 32 എണ്ണം പോകുന്നുണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. പക്ഷേ ഇത് ഒന്നുകൂടെ എക്സാംസൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ കറക്റ്റായി മനസ്സിലാവും കേട്ടോ. ഇപ്പം നിങ്ങൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 എണ്ണം അങ്ങനെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അതാണ് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. നമ്മൾ എക്സാംസൊക്കെ ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും. Then Bohr model of atoms of certain elements are given below. Access their electronic configuration. അപ്പോൾ കുറച്ച് ബോർ മോഡൽസ് തന്നിട്ടുണ്ട്. ആറ്റത്തിൻ്റെ കുറച്ച് എലമെൻസിൻ്റെ ആറ്റത്തിൻ്റെ ബോർ മോഡൽസ് തന്നിട്ടുണ്ട്. അത് തന്നതിൽ നിന്ന് നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടുപിടിക്കണം. സോ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കൂ. ഫസ്റ്റ് എലമെൻറ്റ് എന്താണെന്നറിയോ? ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജൻ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതൂ. എന്നിട്ട് അതിൻ്റെ താഴെ ഹൈഡ്രജൻ്റെ ബോർ മോഡൽ ഒന്ന് വരയ്ക്കാൻ നോക്കാം നമുക്ക്. ഫസ്റ്റ് ഞാനിവിടെ റെഡ് സിഗ്നലിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ ഫസ്റ്റ് നമ്മൾ എന്താ വരയ്ക്കേണ്ടത്? നമുക്കറിയാം ബോർ മോഡൽ അനുസരിച്ചിട്ട് ആറ്റത്തിനൊരു ന്യൂക്ലിയസ് ഉണ്ട്, അതുപോലെ ഷെല്ലുകളുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സോ ഫസ്റ്റ് നിങ്ങൾ സെൻറ്ററിൽ ഈ കാണിച്ചിരിക്കുന്നത് പോലെ ഇവിടെ സെൻറ്ററിൽ ഒരു ന്യൂക്ലിയസ് വരയ്ക്കുക. എന്നിട്ട് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നമുക്കിപ്പോൾ ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ആറ്റോമിക് നമ്പർ ഹൈഡ്രജൻ്റെ എത്രയാണ്? 1. പീരിയോഡിക് ടേബിളിൽ ആറ്റോമിക് നമ്പർ അനുസരിച്ചിട്ടാണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പീരിയോഡിക് ടേബിൾ ഉണ്ടെങ്കിൽ അതും കൂടെ അടുത്ത് വയ്ക്കുക. നിങ്ങളൊന്ന് എലമെൻറ്റ്സിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. സോ ഹൈഡ്രജൻ ഏറ്റവും ഫസ്റ്റിലുള്ള എലമെൻ്റാണ്. അതിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 1 ആണ്. ഒരു ആറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് അതൊക്കെ നമ്മൾ കാണാൻ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 1 എന്ന് തന്നിട്ടുണ്ട്. സോ ന്യൂക്ലിയസിനകത്ത് എത്ര ആറ്റോമിക് നമ്പർ, എത്ര പ്രോട്ടോൺസ് ഉണ്ടായിരിക്കും? 1 പ്രോട്ടോൺ, 1 പ്രോട്ടോൺ. പിന്നെ നമുക്കറിയാം ഹൈഡ്രജന് 0 ന്യൂട്രോൺസ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാസ് നമ്പറും 1 ആണ്. അതുകൊണ്ട് 0 ന്യൂട്രോൺസ്, 1 - 1. മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ നമുക്ക് എന്ത് കിട്ടും?
നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. സോ നിങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് ന്യൂക്ലിയസ് വരച്ചല്ലോ, ആ ന്യൂക്ലിയസിൻ്റെ അകത്ത് 1 പ്രോട്ടോൺ എന്ന് എഴുതുക, അതുപോലെ 0 ന്യൂട്രോൺസ് എന്ന് എഴുതുക. എന്നിട്ട് എഴുതിയോ? ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇനി അതിന് ചുറ്റും, ആ ന്യൂക്ലിയസിന് ചുറ്റും ഒരു സർക്കിൾ വരക്കുക. അതെന്താണ്? യെസ്, നമുക്കറിയാം, ഷെല്ല്. അതാണ് കെ എന്ന ഷെല്ല്, ഫസ്റ്റ് ഷെല്ല്. ഓക്കെ, അതിനെ നമ്മൾ ഇപ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ട് ഹൈഡ്രജൻ ആറ്റത്തിൽ, എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്ര തന്നെ ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. സോ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1. ഒരു ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ ഹൈഡ്രജൻ ആ ഇലക്ട്രോണിനെ ഈ ഷെല്ലിനെ ഏതെങ്കിലും ഭാഗത്തൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഒരു റൗണ്ട് ഇട്ടിട്ട്, ജസ്റ്റ് ഒരു ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഒരു റൗണ്ട് ഇട്ട് കൊടുക്കുക, ഇതേ കാണിച്ചിരിക്കുന്ന പോലെ. അത് ഇലക്ട്രോൺ ആണ്. സോ ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ഫിഗർ ഹൈഡ്രജൻ്റെ. അത് എഴുതുമ്പോൾ നമ്മൾ 1 എന്ന് എഴുതണം. ഇനി നെക്സ്റ്റ് ഹീലിയം എന്ന ആറ്റം. ഹീലിയത്തിനകത്ത് എത്ര ന്യൂട്രോൺ ഉണ്ട്, എത്ര പ്രോട്ടോൺ ഉണ്ട്? യെസ്, 2 ന്യൂട്രോൺ ഉണ്ട്, 2 പ്രോട്ടോൺ ഉണ്ട്. അതുപോലെ അപ്പോൾ ഈ 2 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ 2 ഇലക്ട്രോൺ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതെവിടെ ഇടും? യെസ്, കെ എന്ന ഷെല്ലിൽ നിങ്ങളിതുപോലെ വരക്കണം കേട്ടോ. ഹീലിയം 2 പ്രോട്ടോൺ 2 ന്യൂട്രോൺ. ഹീലിയത്തിൻ്റെ മാസ് നമ്പറൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കണം. മാസ് നമ്പർ പീരിയോഡിക് ടേബിളിൽ തന്നിട്ടുണ്ടാവും, അതിൽ നിന്ന് കണ്ടുപിടിക്കാം. സോ കണ്ടില്ലേ, നിങ്ങൾക്ക് എക്സാംസിനൊക്കെ വരുമ്പോൾ ആറ്റോമിക് നമ്പറും തരും, മാസ് നമ്പറും തരും. അപ്പോൾ നിങ്ങൾക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. ദെൻ ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഷെല്ല്, ഔട്ടർ ഷെല്ല് വരയ്ക്കൂ. യെസ്, അത് കെ ഷെല്ലാണ്, ഫസ്റ്റ് ഷെൽ. അതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് 2 ഉണ്ട്. അതുകൊണ്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺസും 2 തന്നെ ആയിരിക്കും. അതുകൊണ്ട് ആ 2 ഇലക്ട്രോൺസും എവിടെയെങ്കിലുമൊക്കെ വരച്ച് വയ്ക്കാം. ഓക്കെ, ആ ഒരു ഷെല്ലിനകത്ത് എവിടെയെങ്കിലും വേണമെന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ദെൻ 2 ഇലക്ട്രോൺസ് വളരെ വൃത്തിയായിട്ട് വേണമെങ്കിൽ 2 സൈഡിൽ നിങ്ങൾ വരച്ചോളൂ. ഓക്കെ, ദെൻ തേർഡ് ലിഥിയം. ലിഥിയത്തിന് നമുക്കറിയാം ആറ്റോമിക് നമ്പർ 3 ആണ്. അപ്പോൾ ഇതിൽ 3 പ്രോട്ടോൺസും ഉണ്ടാവും. അതുപോലെ ആറ്റോമിക് മാസ് നമ്പർ എത്രയാണ് അതിൽ കാണിച്ചിട്ടുണ്ടല്ലോ. ദെൻ പീരിയോഡിക് ടേബിൾ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും 4 ആണ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അപ്പോൾ അതിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്ര ഉണ്ട്? 3. അപ്പോൾ 3 എന്ന ഇലക്ട്രോൺസിനെ നമ്മൾ എവിടെയൊക്കെ ഇടും? 2 ഷെല്ല് വരയ്ക്കണം കേട്ടോ. കാരണം ഇതിൽ ഫസ്റ്റ് ഷെല്ല്, കെ എന്ന ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് നമുക്ക് ഇടാൻ കഴിയുള്ളൂ. ഇവിടെ ഒരു ഇലക്ട്രോൺ ഇട്ടു, ഇവിടെ ഒരു ഇലക്ട്രോൺ ഇട്ടു. അപ്പോൾ പിന്നെ ഒരു ഇലക്ട്രോണും ബാക്കിയുണ്ടല്ലോ, അതെവിടെ കൊണ്ടുപോയിടും? അത് അടുത്ത നെക്സ്റ്റ് ഷെല്ല്, എൽ എന്ന ഷെല്ലിൽ കൊണ്ടുപോയി ഇടുന്നു. സോ അങ്ങനെയാണ് ലിഥിയത്തിന്. അപ്പോൾ ലിഥിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടെ എത്രയാണ്? 2,1. ഇങ്ങനെ എഴുതണം കേട്ടോ. നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എപ്പോഴും ഇങ്ങനെ എഴുതണം കേട്ടോ. കോമ ഇട്ടിട്ട് ഇവിടെ ഹൈഡ്രജനും ഹീലിയത്തിനും ഒക്കെ 1, 2 അങ്ങനെയുള്ളൂ. പക്ഷെ ലിഥിയത്തിന് വേറെ 3 ആണ്. അതുകൊണ്ട് 2,1 എന്ന് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് പോലെ എഴുതണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? ബെറീലിയത്തിൻ്റെ നിങ്ങൾ സെൻറ്ററിൽ ന്യൂക്ലിയസ് വരയ്ക്കുക. ന്യൂക്ലിയസ് വരച്ചിട്ട് 4 പ്രോട്ടോൺ 5 ന്യൂട്രോൺ. അപ്പോൾ ഇതിൽ എത്ര ഇലക്ട്രോൺസ് കാണും? 4 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ 2 ഇലക്ട്രോൺസിനെ ഫസ്റ്റ് നമ്മൾ കെ എന്ന ഷെല്ലിൽ ഇട്ട് കൊടുത്തു. ബാക്കി 2 ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, അതിനെ എൽ എന്ന ഷെല്ലിലും ഇട്ട് കൊടുത്തു. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ വരച്ച് വെക്കുക നിങ്ങളുടെ ബുക്കിൽ. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് എഴുതി ഒരു ചെറിയൊരു ഹൈഫൻ ഇട്ടിട്ട് 2,2 ഇതുപോലെ എഴുതി വയ്ക്കുക, ബെറീലിയം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഏതാണ്? ബോറോണിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 5. അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് 5. ദെൻ അതിൽ എത്ര ഇലക്ട്രോൺസ് കാണും? 5 ഇലക്ട്രോൺസ് ഉണ്ട്, 5 ഇലക്ട്രോൺസ്. അപ്പോൾ ഈ 5 ഇലക്ട്രോൺസിനെ നമ്മൾ എവിടെ ഇടും? 2 എണ്ണം കെ എന്ന ഷെല്ലിൽ. കാരണം കെ എന്ന ഷെല്ലിൽ 2 എണ്ണമേ പോവുള്ളൂ, അതിൻ്റെ അപ്പുറം ഉൾക്കൊള്ളാനുള്ള ശക്തിയില്ല കെ എന്ന ഷെല്ലിന്. അപ്പോൾ അടുത്ത ഷെല്ലിലേക്ക് 3 ഇലക്ട്രോൺസിനെ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. എൽ എന്ന ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസ് പോകാൻ കഴിയും? 8 എണ്ണം പോകാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ട് ബാക്കിയുള്ള 3നെയും ഈ എൽ എന്ന ഷെല്ലിൽ ഇട്ട് കൊടുക്കുന്നു. അപ്പം അങ്ങനെ ബോറോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? ഇപ്പോൾ 2,3. നിങ്ങൾ ഇതെല്ലാം എഴുതി വെക്കണം കേട്ടോ. ദെൻ നെക്സ്റ്റ്
കാർബൺ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കാർബണിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 6. അപ്പോൾ 6 പ്രോട്ടോൺസ് ഉണ്ട് അതിൽ, എന്താണ് 6 ന്യൂട്രോൺസ്. മാസ് നമ്പർ നിങ്ങളുടെ പീരിയോഡിക് ടേബിളിൽ ഉണ്ടാവും, അത് നോക്കിയിട്ട് കണ്ടുപിടിക്കുക. ദെൻ 6 ന്യൂട്രോൺസ് ഉണ്ട്. ദെൻ അതിൽ 6 പ്രോട്ടോൺസ് ഉണ്ടെങ്കിൽ 6 ഇലക്ട്രോൺസും കാണും. അപ്പോൾ ഫസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസിനെ നമ്മളിടണം? 2 ഇലക്ട്രോൺസിനെ ഇട്ടു. ദെൻ ബാക്കിയുള്ള 4 എണ്ണത്തിനെയോ എവിടെ ഇടും? L എന്ന ഷെല്ലിൽ നമ്മൾ കൊണ്ടിടുന്നു. ഓക്കെ. ദെൻ നെക്സ്റ്റ് നിയോണിൻ്റെ അറ്റോമിക് നമ്പർ 10. അപ്പോൾ അതിൽ 10 പ്രോട്ടോൺസ് കാണും. 10 പ്രോട്ടോൺസിന് 10 ഇലക്ട്രോൺസ് ഉണ്ടാകുമായിരിക്കും. അപ്പോൾ ഈ 10 ഇലക്ട്രോൺസിനെ ഫസ്റ്റ് ഷെല്ലിൽ 2 എണ്ണം ഇട്ടു. ബാക്കിയുള്ളതോ L എന്ന ഷെല്ലിൽ 8 എണ്ണം ഇട്ടു. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11. അപ്പോൾ 11 ഇലക്ട്രോൺസിനെ നമ്മൾ എവിടെ കൊണ്ടിടും? 2 എണ്ണം ഫസ്റ്റ് ഷെല്ലിൽ, ബാക്കി 8 എണ്ണം സെക്കൻഡ് ഷെൽ L എന്ന ഷെല്ലിൽ. ദെൻ M എന്ന ഷെല്ലിലോ തേർഡ് ഷെല്ലിൽ 1 ഇലക്ട്രോൺസ് ഇട്ടു. ഓക്കെ. നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഭംഗി നല്ല വൃത്തിയായിട്ട് വേണമെങ്കിൽ ഒരേ അറേഞ്ച്മെൻറ്റിൽ ഇട്ട് കൊടുക്കണ്ടോ. അപ്പോൾ ഇവിടെ 3 ഇലക്ട്രോൺസും ഒരേപോലെയല്ല വന്നിരിക്കുന്നത്, ഒരേ ലൈൻ, അതുപോലെ ഒരു അറേഞ്ച്മെൻറ്റ് കുറച്ചൊരു കാണാനൊരു ഭംഗിക്ക്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ആർഗൺ എന്ന ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 18. അപ്പോൾ 18 പ്രോട്ടോൺസ് ഉണ്ടെങ്കിൽ 18 ഇലക്ട്രോൺസും കാണും. അപ്പോൾ 18 ഇലക്ട്രോൺസിനെ നമ്മൾ എവിടെ ഇടും? ഫസ്റ്റ് എന്ന ഷെല്ലിൽ 2 ഇലക്ട്രോൺസിനെ ഇട്ടു. ബാക്കി 8 ഇലക്ട്രോൺസിനെ L എന്ന ഷെല്ലിലിട്ടു. ഇനിയും ബാക്കി 8 ഇലക്ട്രോൺസ് ഉണ്ട്, അതിനെ നമ്മൾ എവിടെ ഇടും? M എന്ന ഷെല്ലിൽ ഇട്ട് കൊടുക്കുന്നു. സോ ഇങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് നിയോൺ എത്രയാണ്? 2,8. സോഡിയത്തിൻ്റെത് 2,8,1. 2,8,1. ദെൻ ആർഗൻ്റെത് 2,8,8. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം കേട്ടോ, ഓരോ എലമെൻസിൻ്റെയും. നിങ്ങൾക്ക് എക്സാംസിന് വരുമ്പോൾ അറ്റോമിക് നമ്പറും തരും, മാസ് നമ്പറും തരും. സോ നിങ്ങളിങ്ങനെ സെൻട്രലായിട്ട് നമ്പർ ഓഫ് പ്രോട്ടോൺസും ന്യൂട്രോൺസും എഴുതണം. ദെൻ ഷെല്ലുകൾ വരയ്ക്കണം. എന്നിട്ട് അതിൽ ഇലക്ട്രോൺസിനെ നല്ല വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം. ഓക്കെ. എന്നിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് എഴുതി ഒന്ന് ജസ്റ്റ് ഒരു ഹൈഫൻ ഇട്ടിട്ട് ഇങ്ങനെ 2,8,1 അങ്ങനെ 2,8,8,8 അങ്ങനെ എഴുതി വെക്കണം ഓരോന്നിൻ്റെ അനുസരിച്ചിട്ട്. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിനൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. Find the electronic configuration of the following atoms and draw their Bohr model. എന്താണ് പറഞ്ഞിട്ടുള്ളത്? താഴെ തന്നിട്ടുള്ള കുറച്ച് ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. അതുപോലെ അത് മാത്രമല്ല, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉപയോഗിച്ച് അതിൻ്റെ ബോർ മോഡൽ വരയ്ക്കണം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം, ഒരു ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഷെല്ലിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലൂടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷന് ഉപയോഗിച്ച് നമ്മൾ ബോർ മോഡൽ വരയ്ക്കണം, ആറ്റത്തിൻ്റെ ബോർ മോഡൽ വരയ്ക്കണം. എക്സാംസിന് വരും കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ആറ്റം തന്നിട്ടുള്ളത് നൈട്രജൻ. അതിൻ്റെ അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട് 7 ആൻഡ് മാസ് നമ്പർ 14. ഇനി നമുക്കതിൻ്റെ അറ്റോമിക് നമ്പർ ഇസ് ഈക്വൽ ടു 7, ദെൻ മാസ് നമ്പർ ഇസ് ഈക്വൽ ടു 14. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻസർ എന്നിട്ടിട്ട് ഇങ്ങനെ ആറ്റോമിക് നമ്പർ ഇസ് ഈക്വൽ ടു 7, മാസ് നമ്പർ ഇസ് ഈക്വൽ ടു 14 അങ്ങനെയൊക്കെ എഴുതണം കേട്ടോ. ആറ്റോമിക് നമ്പറും മാസ് നമ്പറും. അതുപോലെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്ര തന്നിട്ടുണ്ട്? ആറ്റോമിക് നമ്പറിനോട് ഈക്വൽ ആണ്. സോ 7. ദെൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ടു 7. ദെൻ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എങ്ങനെയാണ് കാണുന്നത്? മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ. ഇതിൽ നിന്ന് ആറ്റോമിക് നമ്പർ കുറയ്ക്കുക. മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക് നമ്പർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും. സോ 7. ദെൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇപ്പോൾ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ അറിയാമല്ലോ. ഫസ്റ്റ് എന്ന ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഇൻക്ലൂഡ് ചെയ്യും, അത് നമ്മളിവിടെ എഴുതി. ദെൻ ബാക്കിയുള്ള 5 ഇലക്ട്രോൺസ് നെക്സ്റ്റ് ഷെല്ലിൽ പോകും. അപ്പോൾ 2, 5. ഇനി ഇതൊന്ന് നമുക്ക് വരച്ചു നോക്കാം. അപ്പോൾ വരയ്ക്കാൻ ഫസ്റ്റ് നമ്മൾ ന്യൂക്ലിയസ് ആണ് കേട്ടോ വരയ്ക്കുന്നത്. എന്നിട്ട് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എത്ര പ്രോട്ടോൺ ഉണ്ടോ എത്ര ന്യൂട്രോൺ ഉണ്ടോ അത് എഴുതണം. ഓക്കെ.
സോ ഫസ്റ്റ് നമ്മൾ ന്യൂക്ലിയസ് വരച്ചു. അതിനകത്ത് 7 പ്രോട്ടോണും എഴുതി, 7 ന്യൂട്രോണും എഴുതി. ദെൻ 7p ആൻഡ് 7n. ദെൻ ഇനി അടുത്ത ഫസ്റ്റ് ഷെല്ല് വരക്കുകയാണ്. ഈ ഫസ്റ്റ് ഷെല്ലിനകത്ത് ഇവിടെ കാണുന്ന ഫസ്റ്റ് ഷെല്ലുണ്ടല്ലോ, ഈ ഷെല്ലിൽ നമ്മൾ ഇലക്ട്രോൺസിനെ ഇടണം. എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 എണ്ണം. അപ്പോൾ നമ്മൾ 2 ഇലക്ട്രോൺസിനെ ഇവിടെ ഇടുന്നു. ഒരു ഇലക്ട്രോൺസിനെ ഒരു സ്ഥലത്ത് വെച്ചു, അടുത്ത ഇലക്ട്രോണിനെ അടുത്ത സ്ഥലത്ത് വെച്ചു. ദെൻ ഇനി 2 ഇലക്ട്രോണ് ആ കെ എന്ന ഷെല്ലിൽ പോവുള്ളൂ. ഇനി ബാക്കിയുള്ള ഇലക്ട്രോൺസ് എവിടെ ഇടും നമ്മൾ? ഇനി ബാക്കി 5 ഇലക്ട്രോൺസ് ഉണ്ട്. ടോട്ടൽ 7 ആണ് ഇലക്ട്രോൺസ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കി അറിയാം. ഇനി ബാക്കി എൽ എന്ന ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 5 എണ്ണം. അത് നമ്മൾ എവിടെ ഇടുന്നു? എൽ എന്ന ഷെല്ലിൽ. 1 2 3 4 ആൻഡ് 5. അപ്പോൾ ഇതാണ് നമ്മുടെ ബോർ മോഡൽ, ആറ്റത്തിൻ്റെ ബോർ മോഡൽ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഈ ആറ്റോമിക് നമ്പറും ഇതെല്ലാം എഴുതണം. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഫസ്റ്റ് ന്യൂക്ലിയസ് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പ്രോട്ടോൺസ് ന്യൂട്രോൺസ് എഴുതി വെക്കണം. പിന്നെ ഫസ്റ്റ് ഒരു ഷെല്ല് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എത്രയാണോ ഇലക്ട്രോൺസ്, 2 എണ്ണമാണ് മാക്സിമം പോവുള്ളൂ, അത് എഴുതണം. ഇനി ബാക്കിയുള്ളത് അടുത്ത ഷെല്ലിൽ വരയ്ക്കുക, അടുത്ത ഷെല്ല് വരച്ചിട്ട്. ഓക്കെ, സോ ഇതാണ് ബോർ മോഡൽ ഓഫ് ആറ്റം. എന്നിട്ട് അതിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ബോർ മോഡൽ എന്ന് എഴുതി വെക്കണം. ഓക്കെ, ദെൻ നമുക്ക് ഇനി നെക്സ്റ്റ് ഒരു ആറ്റത്തിൻ്റെ ഒന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ എൻ്റെ കൂടെ ഒരു പെൻസിലെടുത്ത് അല്ലെങ്കിൽ ഒരു പെന്നെടുത്തിട്ട് നിങ്ങൾ എൻ്റെ കൂടെ എഴുതണം കേട്ടോ. ഒറ്റയ്ക്കൊന്ന് സെൽഫായിട്ടൊന്ന് ചെയ്ത് നോക്കാം. ദെൻ മാഗ്നീഷ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ 12, മാസ് നമ്പർ 24 തന്നിട്ടുണ്ട്. ദെൻ നമ്പർ ഓഫ് പ്രോട്ടോൺസ് 12 നമുക്ക് മനസ്സിലായി. ദെൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസും 12 ആണ്. ദെൻ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എത്ര കാണും? 12. 24 മൈനസ് 12, മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. ദെൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 2 8 2. കാരണം ഫസ്റ്റ് ഷെല്ല് കെ എന്ന ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് പോവും. എൽ എന്ന ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോൺസ്. ഇനി ബാക്കിയുള്ളത് എവിടെ പോകുന്നു? എം എന്ന ഷെല്ലിലേക്ക്. ഓക്കെ, ഇനി ഇതിൻ്റെ ബോർ മോഡൽ ഒന്ന് വരച്ച് നോക്കാം നമുക്ക്. ഫസ്റ്റ് ന്യൂക്ലിയസ് വരച്ചു. ന്യൂക്ലിയസിനകത്ത് 12 പ്രോട്ടോൺസ് ഉണ്ട്, 12 ന്യൂട്രോൺസ് ഉണ്ട്. ദെൻ അടുത്ത ഷെല്ല് വരച്ചു. കെ എന്ന ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് പോവും? 2 ഇലക്ട്രോൺസ് പോവും. അങ്ങനെ 2 ഇലക്ട്രോൺസ് അവിടെ കൊണ്ടുവച്ചു. ദെൻ അടുത്ത ഷെല്ല് നമ്മൾ വരയ്ക്കുന്നു. ആ ഷെല്ല് വരച്ച് കഴിഞ്ഞാൽ അതിൽ എത്ര ഇലക്ട്രോൺസ് പോകും? 8 ഇലക്ട്രോൺസ്. 1 2 3 4 5 6 7 ആൻഡ് 8. സോ 8 ഇലക്ട്രോൺസ് നമ്മൾ ഈ എൽ എന്ന ഷെല്ലിൽ ഇട്ട് കൊടുത്തു. ഇനി ബാക്കി വീണ്ടും 2 ഇലക്ട്രോൺസ് ബാക്കിയുണ്ടല്ലോ, അതിന് നമ്മൾ നെക്സ്റ്റ് ഒരു ഷെല്ല് വരയ്ക്കുന്നു. എന്നിട്ട് അതിൽ 2 ഇലക്ട്രോൺസിനെ കൊണ്ടിടുന്നു. 1 2. അപ്പോൾ നമ്മുടെ ബോർ മോഡൽ ഓഫ് മാഗ്നീഷ്യം റെഡി ആയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ബോർ മോഡൽ വരയ്ക്കേണ്ടത്. ഇനി നിങ്ങൾ എൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് വരച്ച് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. ദെൻ നെക്സ്റ്റ് നമുക്ക് അടുത്തതൊന്ന് നോക്കാം. അടുത്ത ആറ്റം ഏതാണ്? സൾഫറിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ് തന്നിട്ടുള്ളത്? 16. ദെൻ മാസ് നമ്പർ 32. നമ്പർ ഓഫ് പ്രോട്ടോൺസ് 16. നമുക്കിതൊക്കെ കണ്ടുപിടിക്കാൻ അറിയാം കേട്ടോ. വളരെ ഇനി പെട്ടെന്ന് നമ്മൾ പഠിക്കണം. ആറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ അതിന് ഇലക്ട്രോൺസും പ്രോട്ടോൺസും നമുക്ക് മനസ്സിലാവും. പിന്നെ ന്യൂട്രോൺസ് കിട്ടണമെങ്കിൽ മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ, ഇതെല്ലാം നിങ്ങൾ തറവായിട്ട് പഠിച്ചിരിക്കണം. അപ്പോഴാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻസൊക്കെ വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എത്ര കിട്ടും? 16. ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 6. ദെൻ അതിൻ്റെ ബോർ മോഡൽ ഒന്ന് വരയ്ക്കാം. ഫസ്റ്റ് 16 പ്രോട്ടോൺസ് 16 ന്യൂട്രോൺ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നമ്മൾ വരച്ചു. ദെൻ ഫസ്റ്റ് ഒരു ഷെല്ല് വരയ്ക്കുക. അതിൽ എത്ര ഇലക്ട്രോൺസ് പോകും? 2 ഇലക്ട്രോൺസ്. 1 2. ഇനി ബാക്കി 8 ഇലക്ട്രോൺസ് എൽ എന്ന ഷെല്ല് വരച്ചു. അതിൽ 8 ഇലക്ട്രോൺസ് നമ്മൾ ഇടണം. 1 2 3 4 5 6 7 ആൻഡ് 8 ഇലക്ട്രോൺസ് നമ്മൾ എൽ എന്ന ഷെല്ലിലിട്ടു. ദെൻ നെക്സ്റ്റ് ഇനി വീണ്ടും 6 ഇലക്ട്രോൺസ് ബാക്കിയുണ്ടല്ലോ, അതിനടുത്തൊരു ഷെല്ല് വരയ്ക്കുക. കെ എൽ എം എന്ന ഷെല്ല് വരയ്ക്കുക. എം. ഇനി അതിൽ എത്ര ഇലക്ട്രോൺസ് പോകണം? 6. 1 2 3 4 5 ആൻഡ് 6. സോ 6 ഇലക്ട്രോൺസ് നമ്മൾ അവിടെ ഇട്ടു ലാസ്റ്റ് ഷെല്ലിൽ. ഇനി നോക്കൂ, ദെൻ ഇതാണ് ബോർ മോഡൽ ഓഫ് സൾഫർ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആൻസർ ചെയ്യണം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ,
ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് എന്താ, ദ സിമ്പിൾ ഓഫ് അലുമിനിയം ആറ്റം ഈസ്, അലുമിനിയം ആറ്റത്തിൻ്റെ സിമ്പിൾ Al13 അറ്റോമിക് നമ്പർ 27 മാസ് നമ്പർ തന്നിട്ടുണ്ട്. ബോർ മോഡൽ ഓഫ് ദ ആറ്റം ഈസ് ഗിവൺ ഇൻ ഫിഗർ. ബോർ മോഡൽ ഓഫ് ആറ്റം തന്നിട്ടുണ്ട് അലുമിനിയത്തിൻ്റെ. ദെൻ ഇതാണ് തന്നിട്ടുള്ളത്. ദെൻ അനലൈസ് ദിസ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. എന്നിട്ട് ഇത് അനലൈസ് ചെയ്തിട്ട് ഈ ഫിഗറൊക്കെ നന്നായി നോക്കി മനസ്സിലാക്കിയിട്ട് ഇത് ഈ തന്നിരിക്കുന്ന ടേബിൾ നമുക്കൊന്ന് ഫില്ല് ചെയ്യണം. നമുക്കൊന്ന് ഫിൽ ചെയ്ത് നോക്കിയാലോ? എങ്ങനെ ഫിൽ ചെയ്യുക? യെസ്, ഇതിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ് തന്നിട്ടുള്ളത്? 13. കാരണം ഇവിടെ തന്നിട്ടുണ്ടല്ലോ ഇവിടെ. യെസ്, താഴെയുള്ളതാണ് ആറ്റോമിക് നമ്പർ. ദെൻ മാസ് നമ്പറോ 27, മുകളിലുള്ളതാണ് മാസ് നമ്പർ. ദെൻ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്ര കാണും? യെസ്, 13. ദെൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസോ എത്ര കാണും? 13. ദെൻ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എത്ര കാണും? 14. ഇനി ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരുന്നത്? 2, 8, 3. നോക്കൂ, കറക്റ്റ് അല്ലേ? നോക്കൂ ഈ ബോർ മോഡൽ നോക്കിയിട്ട്. യെസ്, ഇലക്ട്രോൺസ് ഫസ്റ്റ് ഷെല്ലിൽ 1, 2 2 ഇലക്ട്രോൺസ് തന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഷെല്ലിലോ നമുക്ക് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8 ഇലക്ട്രോൺസ് ഉണ്ട്. കറക്റ്റ് ആണല്ലോ. ഇനി നെക്സ്റ്റ് അടുത്ത ഷെല്ലിൽ 1, 2, 3. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും മനസ്സിലായി. 2, 8, 3 എന്ന് നമ്മൾ എഴുതി. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മോഡൽ ക്വസ്റ്റ്യൻസും തരും. ചിലപ്പോൾ ഈ ഒരു ഫിഗർ തന്നു കഴിഞ്ഞിട്ട് അത് ടേബിളിൽ ഇത് കാണുന്നതൊക്കെ ഫിൽ ചെയ്യാൻ പറഞ്ഞിട്ടും ഇങ്ങനെയുള്ള ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും വരാറുണ്ട്. സോ ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആറ്റം വളരെ വൃത്തിയായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ ഒന്നും കൂടെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എൻ്റെ കൂടെ തന്നെ ഓരോ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും പഠിക്കാൻ. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചോദിക്കുക. സോ ഹാവ് നൈസ് ഡേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ക്ലാസ്സസ്. മിസ്സിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് അറിയാവുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ ക്ലിക്ക് ചെയ്യുക. So that's all about today's class.